ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജീവ തോട്ട്സ്. ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയാണ്, അതും വറുത്തരച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്ത് വറ്റൽമുളക് 2 പൊട്ടിച്ച് ചേർക്കാം. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി പൊളിച്ചത്, ഒരു 15 വെളുത്തുള്ളി, ചുവന്നുള്ളി ഒരു 20 കുറച്ച് കറിവേപ്പില എന്നിവ കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഇതെല്ലാം കുറച്ച് കളർ മാറി വരുന്നത് വരെ ഇളക്കുക. അതിനുശേഷം അതൊന്ന് മാറ്റി കൊടുത്ത് അതിൻ്റെ നടുവിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 പിഞ്ച് ഓഫ് ഉലുവ, 1 സ്പൂൺ കുരുമുളക്, കുറച്ച് കാഷ്യൂ ഇവയും കൂടെ ചേർത്ത് എല്ലാം ചേർത്ത് നന്നായി ഇളക്കി ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കാം. തേങ്ങയുടെ നിറം ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ മാത്രം വറുക്കുക. അതിനുശേഷം ഗ്യാസ് സിമ്മിലിട്ടതിന് ശേഷം പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫാക്കിയിട്ട് വേണമെങ്കിലും ഇളക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും 1 സവാള നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് വരുന്നതിനായി കുറച്ച് ഉപ്പ് കൂടെ വേണമെങ്കിൽ ചേർക്കാം. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നിറമെല്ലാം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 1.25 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുക്കുന്നത്. നല്ല കഴുകിയെടുത്ത ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. അപ്പോൾ തന്നെ ചിക്കനിൽ നിന്നും വെള്ളം വിട്ടു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ വിട്ട് വന്ന് ഇളക്കി അങ്ങനെ വെള്ളം വിട്ടു വരുന്ന സമയത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ചാണ് വേവിക്കേണ്ടത്. ഒരു 5 to 10 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം പിന്നീട് അടപ്പ് തുറന്ന് നേരത്തെ വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൽ ചേർക്കാം. അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ച് നന്നായി വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുഴപ്പമില്ല. ഉപ്പ് ഈ സ്റ്റേജിൽ മതിയോ എന്ന് നോക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കും. അപ്പോഴേക്കും തന്നെ വെള്ളമെല്ലാം വറ്റി ഇതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ ചിക്കനെല്ലാം നന്നായി വെന്ത് ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിച്ച് വളരെ രുചിയായിരിക്കും കഴിക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക.